അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് മുംതാസിൻ്റെ പെണ്ണ് കാണൽ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അവൾ കോളേജ് ലീവാക്കിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, പക്ഷെ അന്ന് നടന്നില്ലായിരുന്നു. പക്ഷേ അവൾക്കൊട്ടും ഇഷ്ടമല്ല ഈ ഒരു ബന്ധത്തിനോട്. അവളുടെ ഉപ്പയുടെ നിർബന്ധപ്രകാരമാണ് ഇതിനു വേണ്ടി നിന്ന് കൊടുക്കുന്നത്. മോളെ, നീ ജസ്റ്റ് ഒന്ന് അവരുടെ മുമ്പിലൊന്ന് പോയി നിന്നാൽ മാത്രം മതി. അല്ലാതെ വേറൊന്നും നീ ചെയ്യണ്ട. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ജസ്റ്റ് ഈ ഒരു ഉപ്പാക്ക് വേണ്ടിയെങ്കിലും നീ ഒന്ന് നിന്ന് കൊടുക്കണം. കാരണം ഉപ്പയുടെ ബിസിനസ് പാർട്ട്ണറാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയിട്ട്. അതിനു വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് മോളെ, നല്ലൊരു ബന്ധമാണ്, നഷ്ടപ്പെടുത്തിയാൽ വലിയൊരു നഷ്ടമായിരിക്കും. ഒരു പക്ഷേ എൻ്റെ മോൾക്ക് ഈ രീതിയിലുള്ളൊരു ബന്ധം ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. കാരണം അത്രക്കും വലിയ ബിസിനസ്സിൻ്റെ MD ആണ് അദ്ദേഹം. എന്താ മോളെ? അത് കേട്ട് മുംതാസിൻ്റെ ഉമ്മയും പറയുന്നു, മോളെ എന്താടി നീ ഇങ്ങനെയൊക്കെ? ഒന്ന് സമ്മതിച്ചു കൊടുത്തൂടെ? ഒന്നുമില്ലെങ്കിൽ ഇതിൻ്റെ ബാപ്പ പറയുന്നത് കേട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടം അവനവൻ്റെ മക്കൾ നല്ല ഉയരങ്ങളിൽ എത്തണം എന്ന് തന്നെയാണ്. നല്ല ബിസിനസ്സും കാര്യങ്ങളും ജോലിയൊക്കെ ഉള്ള ആൾക്ക് കെട്ടിച്ചു കൊടുക്കാഞ്ഞാലേ നിൻ്റെ ഇഷ്ടങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പോണില്ല. നീ ഇത്രയും ആഡംബരമായി ജീവിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിനക്കനുസരിച്ചുള്ള ഭർത്താവിനെയാണ് നിന്റെ പിതാവ് കണ്ടെത്തിയിരിക്കുന്നത്. അതുമല്ല, അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടതുമാണ് നിന്നെ കണ്ടിട്ട്. ഉമ്മ പ്ലീസ്, ഇതിനെക്കുറിച്ച് എന്നോട് നിങ്ങൾ പറയണ്ട. പിന്നെ എന്താണ് നിന്റെ മനസ്സിലുള്ളത്? മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നേയില്ല ഇങ്ങനൊരു കല്യാണത്തിന് വേണ്ടിയിട്ട്. എന്താണ് ഇപ്പോൾ ബാപ്പാക്ക് ഇത്ര വാശി? ഞാൻ അയാളെ തന്നെ കെട്ടണം എന്നുള്ളത്? എൻ്റെ ഇഷ്ടങ്ങളും കുറച്ചൊക്കെ നോക്കണ്ടേ? എന്താ ദേഷ്യത്തോടെ പറയുന്നു. പെട്ടെന്ന് ബാപ്പ അങ്ങോട്ട് വന്നു. മോളെ, അവർ വരും 10 മണിയാകുമ്പോഴേക്ക്. ഒരുങ്ങാനുണ്ടെങ്കിലൊക്കെ ഒരുങ്ങി റെഡി ആയിക്കോ. ബാപ്പ എന്താ എൻ്റെ ഇഷ്ടങ്ങളൊന്നും വകവെക്കാത്തത്? എൻ്റെ പൊന്നു മോളെ, നിനക്ക് എന്ത് ഇഷ്ടമാണുള്ളത് നീ പറ. നിന്നെ കാണാൻ വരുന്ന ചെക്കനെന്ന് വെച്ചാൽ നിനക്കറിയായിട്ടാണ് അവനെക്കുറിച്ച്. കോടീശ്വരനാണ് അവന്. അത് മാത്രമല്ല, അവൻ്റെ പേരിൽ തന്നെ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളുണ്ട്. അതുമല്ല, അവൻ സുന്ദരനും സുമുഖനുമാണ്. ഇങ്ങനെയൊരു ബന്ധം നമുക്ക് കിട്ടിയത് തന്നെ നിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. നിനക്ക് എപ്പോഴും ആഡംബര ജീവിതമല്ലേ നീ ആഗ്രഹിക്കുന്നത്? അതിനനുസരിച്ച് ചെക്കനാണവൻ. മുംതാസിനെ എന്ത് പറയണം എന്നറിയാതെ അവൾ നിന്നു. ഒരിക്കൽ കൂടി ബാപ്പ പറഞ്ഞു, മോളെ, അവരായിട്ട് നമ്മളോട് ചോദിച്ചതാണിത്. അതുകൊണ്ട് നമ്മളത് തട്ടിത്തെറിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിനക്ക് ഈ രീതിയിലുള്ളൊരു ബന്ധം കിട്ടാൻ പ്രയാസമായിരിക്കും. ബാപ്പ, അപ്പോൾ എൻ്റെ പഠനം? മോളെ, പഠിക്കാനാണോ? ഞാൻ പറഞ്ഞതല്ല നിന്നെ MBBS പഠിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ക്യാഷ് ഇനിയിപ്പോൾ 80 ലക്ഷം, 1 കോടി, എങ്ങനെയൊക്കെ തന്നെയാലും നിനക്ക് പഠിക്കാന്നുള്ളത് അതൊക്കെ ഞാൻ തരുമല്ലോ. പിന്നെ നീ റിസ്ക് എടുക്കാൻ തയ്യാറായതല്ലേ? എൻട്രൻസ് എക്സാം എഴുതിയിട്ട് പാസ്സാവണമെന്ന് നിൻ്റെ വാശി. ബാപ്പ, അങ്ങനെയാണ് എനിക്കിഷ്ടം. കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്യണം, എന്നിട്ട് പാസ്സാകുക, അതാണ് എനിക്കിഷ്ടം. അല്ലാതെ ക്യാഷ് കൊടുത്ത് പെട്ടെന്നൊരു പ്രൈവറ്റ് കോളേജിൽ ചേരുവാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ മോൾ ഒരിക്കലും റിസ്ക് എടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. നിനക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരും. വേണമെങ്കിൽ ഇപ്പോൾ നീ പറഞ്ഞാൽ തന്നെ നിന്നെ ഞാൻ MBBS ജോയിൻ ആക്കി തരും. എന്താ? വേണ്ട ബാപ്പ, ഒന്ന് പരിശ്രമിക്കട്ടെ. ഞാൻ എൻ്റെ മോൾ ഒരിക്കലും കഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ പറഞ്ഞതുപോലെ കേട്ടോ, കാര്യങ്ങളൊക്കെ വേഗം ഒന്ന്. ബാപ്പയുടെ വാക്കുകൾക്ക് മുമ്പിൽ അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ മുംതാസിൻ്റെ മനസ്സിൽ മറ്റാരുമായിരുന്നില്ല. മൊബൈൽ ഷോപ്പിലെ ഷമ്മാസ്, അതാണ് അവളുടെ മനസ്സിലുള്ളത്, മറ്റാരുമല്ല. അവനെ കണ്ടപാടെ എന്തെന്നറിയില്ല, അവനോട് പ്രത്യേകമായിട്ടൊരു ഇഷ്ടം. സാധാരണ രീതിയിൽ എല്ലാവരെയും കാണുന്ന പോലെയല്ല, ഷമ്മാസിനെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. എന്തെന്നറിയില്ല, അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ മനോഹരമായ മുഖം, അതിലെന്തൊക്കെയോ കഥകൾ പറയാനുണ്ട് എന്നൊക്കെ തോന്നും. ആ കണ്ണിലേക്ക് നോക്കുമ്പോൾ അതത്രക്കും മനോഹരമാണ്. മാത്രമല്ല, അവൻ്റെ ആ ഒരു തലയെടുപ്പ്, അത് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. അവൻ്റെ ഒരു നോട്ടം, ആ ഒരു നടത്തം, ആ ഒരു നൃത്തം എല്ലാം അതവൾ കണ്ടുവച്ചിരുന്നു. മുംതാസ്, അവനെപ്പോലുള്ള ഒരാളെ ഞാനിവിടെ കണ്ടിട്ടില്ല ഈ ദുനിയാവിൽ. പക്ഷേ എൻ്റെ ഇഷ്ടങ്ങൾ നടക്കുമെന്ന് തോന്നുന്നില്ല. മോളെ, നിനക്കെന്താടി ഇത്ര ഈ ഒരു കല്യാണത്തിന് വേണ്ടി നിന്ന് കൊടുക്കാൻ എന്താ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട്? അവളുടെ ഉമ്മ ചോദിക്കുന്നു. ഉമ്മ, എനിക്ക് ചിലത് പറയാനുണ്ട്. എന്താടി? അതെ, എനിക്ക് എൻ്റെ വിവാഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ തീരുമാനിക്കുവാനുണ്ട്. ദേ മുംതാസ്, പറയുന്നതിനെതിരായിട്ട് ഒന്നും പറയരുത് കേട്ടോ. ബാപ്പ ആരാന്ന് എൻ്റെ വിചാരം?
ഞാനിതുവരെ എതിർത്തൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ നീ നിൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ പറയാണോ? എന്തായാലും വേണ്ടില്ല, ഇന്ന് ക്ലാസ്സിന് നീ പോവണ്ട. എന്താ പെണ്ണ് കാണാൻ വരുന്ന ദിവസം നിനക്കെന്താ ഇത്ര ഒരു തിരക്ക്? ഉമ്മയുടെ വാക്കുകൾക്ക് മുമ്പിൽ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. സമയം 9 മണി. മോളെ, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? ബാപ്പ ചോദിക്കുന്നു. അവൾ നിസ്സഹയായി ബാപ്പയുടെ മുഖത്തേക്ക് നോക്കി. പൊന്നു മോളെ, നീ ബാപ്പയെ മാനം കെടുത്തില്ലട്ടോ. നിന്നെ ഒരുക്കാനെന്താ ആളെ വിളിക്കണോ ഞാൻ? അവളൊന്നും പറഞ്ഞില്ല. ആരെയും വിളിക്കണ്ട, എന്നെ ഈ രൂപത്തിൽ കാണുന്നവർ കണ്ടാൽ മതി. എന്താ പത്ര അണിഞ്ഞൊരുങ്ങാൻ? എനിക്ക് അണിഞ്ഞൊരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഡ്രസ്സിൽ ഈ ഒരു രൂപത്തിൽ എന്നെ കാണുന്നവർ കണ്ടുപോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിലും എൻ്റെ മോൾക്ക് മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ബാപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ മുടിയിഴകളാകെ പാറി പറന്നിരുന്നു. ഉമ്മ പറഞ്ഞു, ആ മുടിയെങ്കിലും ഒതുക്കി കെട്ടടി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സമയം 10 മണി. ദാ അരമണിക്കൂറിനുള്ളിൽ അവരിങ്ങെത്തും. അപ്പോഴേക്കും അതാ ബാപ്പയുടെ പാർട്ട്ണർ വിളിക്കുന്നു. ദാ ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ആ മോളെ, ഒരുങ്ങിയില്ലേ? ബാപ്പ ഒരിക്കൽ കൂടി ചോദിച്ചു. അവൾ അലക്ഷ്യമായി കിടന്നിരുന്ന ആ ഒരു ഷാളെടുത്ത് തലയിലിട്ടു. ഓട്ടോമാറ്റിക് ഗേറ്റ് പതുക്കെ തുറന്നു. അവരുടെ വിശാലമായ മുറ്റത്തേക്കതാ ഒരു ആഡംബരക്കാർ കടന്നു വരുന്നു. പുതിയാപ്പിളച്ചക്കനും അവൻ്റെ ബാപ്പയും പിന്നെ ഒരു സ്ത്രീയുമുണ്ട്. ബാപ്പ അവരെ സ്വീകരിച്ചിരുത്തി. പെങ്ങളാണോ ഉമ്മയാണോ അറിയില്ല. അവർ ചോദിച്ചു, എവിടെ പെണ്ണ്? മുംതാസ് ഒന്നും ഒരുങ്ങിയിട്ടില്ലായിരുന്നു. അവൾ ആ ഇട്ട ഡ്രസ്സിൽ തന്നെയായിരുന്നു. ഒരിക്കൽ കൂടി ഉമ്മ പറഞ്ഞു, മോളെ, എൻ്റെ പൊന്നു മോളെ, അവർ വന്നിട്ടുണ്ട്, ഒന്ന് ആ ഡ്രസ്സൊന്ന് മാറ്റിയിടടി. അനക്ക് ഇത്രക്ക് സ്നേഹമല്ലോ ഉമ്മാനോട് ഉപ്പാനോടൊന്നും. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഒരു ഡ്രസ്സ് മാറ്റിയിട്ടു, ഒരു ഷാളും തലയിലിട്ടു. ഒരു സന്തോഷമില്ലാത്ത രീതിയിൽ ആ മുടിയൊന്ന് ഉമ്മ തന്നെ അവൾക്ക് ഒതുക്കി കൊടുത്തു. ഇന്ന മോളെ, ഇത് കൊണ്ടുപോയി കൊടുക്കുക. വേലക്കാരി കൊണ്ടുവന്ന് കൊടുത്ത ആ ഒരു ട്രേയിലെ കോഫികൾ അതാ അവൾ വിറച്ചുകൊണ്ട് ഏറ്റുവാങ്ങുന്നു. അവൾ നേരെ അതാ അവരുടെ മുമ്പിലേക്ക്. ആരുടെ മുഖത്തേക്കും അവൾ നോക്കിയില്ല. കോട്ടും സ്യൂട്ടും അണിഞ്ഞ് സുന്ദരനായൊരു ചെറുപ്പക്കാരൻ, അതാണ് മണവാളൻ. പക്ഷേ ഒരിക്കൽ പോലും മുംതാസ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. എല്ലാവരും അവളെ ആകാംക്ഷയോടെ നോക്കി. അത്രയൊന്നും അണിഞ്ഞൊരുങ്ങിയിട്ടില്ലെങ്കിലും അവൾ സുന്ദരിയായതുകൊണ്ട് തന്നെ ചെക്കൻ അവളെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ടു. ബാപ്പ പറഞ്ഞു, ഇനി അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇതാ ഇങ്ങോട്ട് നിൽക്കാം എന്ന് പറഞ്ഞു. വിശാലമായ ഒരു റൂമിലേക്ക് അതാ ബാപ്പ അവനെ കൊണ്ടുപോകുന്നു. മോളെ അങ്ങോട്ട് വിളിച്ചു. എന്താ പേര്? അവൻ ചോദിച്ചു. എൻ്റെ പേര് മുംതാസ്. എൻ്റെ പേര് ഷാക്കിർ. ഷാക്കിർ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇങ്ങനൊരു ബന്ധത്തിന് താല്പര്യമില്ല തീരെ. സത്യമായിട്ടും എൻ്റെ മനസ്സിൽ മറ്റൊരു ചെക്കനുണ്ട്. അത് കേട്ട് ഷാക്കിർ ഞെട്ടിപ്പോയി. അവന് എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ അവൻ്റെ മുഖം വല്ലാതെ അങ്ങ് വാടി. തൻ്റെ 22 വർഷത്തെ ജീവിതത്തിനിടയിൽ ആരും എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. വിഷമത്തോടെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവൻ്റെ മുഖത്തേക്ക് അവൻ്റെ ബാപ്പയും മുംതാസിൻ്റെ ബാപ്പയും ഒരുപോലെ നോക്കി. അതെ, പോകുമ്പോൾ വളരെയധികം പ്രസന്നമായിരുന്നു. പക്ഷേ തിരിച്ചു വരുമ്പോൾ അവൻ്റെ മുഖം വല്ലാതായിട്ടുണ്ട്. ഒരു നിമിഷം മുംതാസിൻ്റെ ബാപ്പ വിചാരിച്ചു, പഠിച്ചോനെ, എന്തൊക്കെയാണാവോ? മോൾ എന്തെങ്കിലും പറഞ്ഞോ? അതോ എൻ്റെ മോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? ഹേയ്, എൻ്റെ മോൾ ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ. എൻ്റെ മോൾ സുന്ദരിയാണ്. ബാപ്പ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഷാക്കിർ അവിടെ നിന്ന് ഇറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അല്ല മോനെ. അതെ ബാപ്പ, പോവാം. പെട്ടെന്ന് അവരതാ അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നും പറഞ്ഞില്ല. എൻ്റെ മോളെ ഇഷ്ടപ്പെട്ടില്ലേ? എന്താണ് അവർ അങ്ങനെ പിണങ്ങിപ്പോയത്? ഹേയ്, അങ്ങനെ ആവും വഴിയില്ല. ബാപ്പയ്ക്ക് വിഷമമാവുകയാണ്. മോളുടെ അടുക്കൽ ചെന്നു. മോളെ, എന്തായി? എന്താ ഒന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ കൂടുതലായിട്ട്. നിന്നെ ഇഷ്ടപ്പെട്ടുവെന്നോ? നീ നിനക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടുവെന്നോ? അങ്ങനെ എന്തെങ്കിലും? എനിക്കറിയില്ല എന്നുള്ള മട്ടിൽ അവളത് മൈൻഡ് ചെയ്തതേ ഇല്ല. ബാപ്പാക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. എൻ്റെ തൊട്ടടുത്ത ഫ്രണ്ടാണ്, എൻ്റെ ബിസിനസ് പാർട്ട്ണറാണ്. അയാൾക്ക് വിഷമമുണ്ടാകുന്ന രീതിയിലെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചോ? എനിക്കറിയുന്നില്ല. മോളെ, നീ വല്ലതും പറഞ്ഞോ? ഞാനെന്ത് പറയാൻ? അവനെന്നെ ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. വേഗം ഇറങ്ങിപ്പോയി എന്നെ കണ്ടപാടെ. അവൾ ചെറിയൊരു നുണ അവിടെ തട്ടിവിട്ടു. അത് കേട്ടപ്പോൾ ഉമ്മയ്ക്കും ഉപ്പയ്ക്കൊക്കെ നല്ല സങ്കടമായി. മോളെ, എന്നാലും ഇത്രക്കും സുന്ദരിയായ എൻ്റെ മോളെ അവന് പറ്റിയില്ലെന്ന് പറഞ്ഞാൽ? ഉമ്മയും പറഞ്ഞു, വെറുതെ കോളേജൊക്കെ മുടക്കി നിന്നു, പോയാൽ മതിയായിരുന്നു.
നിങ്ങളിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങളല്ലേ പറഞ്ഞത് കോടീശ്വരനായ ഒരാളാണ്, സുന്ദരനാണ് എന്നൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞ് നിർത്തിയിട്ടിപ്പോൾ അവൻ പെണ്ണിനെ പറ്റാതെ പോവുകയെന്ന് വെച്ചാൽ നമ്മളെ തറവാടിൽ തന്നെ അതൊരു മാനക്കേടല്ലേ? അങ്ങനെയുള്ളവരെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ബാപ്പക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരാൻ ഇപ്പോൾ വഴിയില്ലല്ലോ. അതും നമ്മളെ മകളെ അവളെ കണ്ടിട്ടുണ്ട്. അവർ കണ്ടതിന് ശേഷമാണ് അവർ ഇങ്ങനെ ഒരു പെണ്ണ് കാണൽ. പക്ഷേ തിരിച്ചു പോകുമ്പോൾ അവൻ്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചു. അവൻ്റെ മുഖം വല്ലാതെ അങ്ങ് വാടിയിരിക്കുന്നു. മുംതാസത പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് അവളതാ കാറെടുക്കുന്നു. മോളെ നീ എങ്ങോട്ടാ? ഉമ്മ ചോദിക്കുന്നു. ഞാൻ ക്ലാസ്സിന് വെറുതെ എൻ്റെ സമയം വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. എത്ര ടൈം നഷ്ടപ്പെടുത്ത് എന്ന് കരുതിയിട്ട് എൻ്റെ ക്ലാസ് മിസ്സാക്കാൻ പറ്റുമോ എനിക്ക്? ഇനി ഇന്ന് പോകണ്ട മോളെ, ഇനി നാളെ പോയാൽ പോരെ? എന്തിന്? എത്രയാണ് പഠിപ്പിക്കുക? അതൊക്കെ നഷ്ടമാവില്ല എനിക്ക്. ഞാൻ പോവാണ് എന്ന് പറഞ്ഞതാ അവൾ കാർ സ്റ്റാർട്ടാക്കി പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു. ബാപ്പ അത് കണ്ടു. ദാസ്, ഇനി ഇന്ന് നീ പോവണ്ട, നാളെ പോയാൽ മതി. ബാപ്പ, നിങ്ങൾക്കറിയില്ല, ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നത് അന്നന്ന് പഠിച്ചില്ലെങ്കിൽ അത് മിസ്സായി പോകൂലേ? അല്ല, ഇപ്പോൾ പോയിട്ട് നിനക്ക് വല്ല കാര്യമുണ്ടോ? ഞാൻ പോയി നോക്കട്ടെ. അവൾ കാറതാ പെട്ടെന്ന് സ്പീഡിലെടുത്ത് പോകുന്നു. മെല്ലെ പോകും മോളെ എന്ന് ഉമ്മ വിളിച്ചു പറയുന്നുണ്ട്. വളരെയധികം സ്പീഡിൽ അവൾ കാർ ഓടിച്ചു പോകുന്നു. പക്ഷെ അവൾ നേരെ ചെന്നത് ഷമ്മാസിൻ്റെ ഷോപ്പിലേക്കായിരുന്നു. അവൾ ആ ഒരു വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി. എവിടെ ഷമ്മാസ്? ഷമ്മാസിന് ലീവാണ്. ലീവോ? അതല്ലേ, എൻ്റെ മാഡത്തിന് ഫോൺ ഇവിടെ ഉണ്ട്, അത് എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിരുന്നു, വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതവിടെ നിൽക്കട്ടെ തൽക്കാലം, ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നേരെ കോളേജിലേക്ക് പോകുന്നു. കോളേജിൽ പോയി മിസ് ചോദിച്ചു, മുംതാസ് എന്ത് പറ്റി, എന്ത് വൈകിയത്? ഇങ്ങനെയൊക്കെ ക്ലാസ് കട്ട് ചെയ്യാന്ന് വെച്ചാൽ? മിസ്സേ, ഇന്ന് എനിക്ക് അർജൻറ്റായിട്ട് വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വേഗം ഇങ്ങോട്ട് പോകുന്നതാണ് ഞാൻ. ഓക്കെ. കോളേജിലെ വലിയ പണക്കാരി എന്നുള്ളൊരു ജാട അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് മിസ്സിന് തോന്നി. പക്ഷേ എങ്കിലും കുഴപ്പമൊന്നുമില്ല, പഠിക്കാനൊക്കെ മിടുക്കി തന്നെയാണ്. എന്നാൽ ഈ സമയം ഷമ്മാസിൻ്റെ വീട്ടിൽ ഉമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മ പറയുന്നു, ഷമ്മാസിനോടും ഫൈസലിനോടും നവാസിനോടൊക്കെ ആയിട്ട് എല്ലാവരും ഉള്ള സമയത്ത് തന്നെയാണ് ഉമ്മ പറയുന്നത്. അന്ന് അവരുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ആരും ഷോപ്പിലേക്കൊന്നും പോയിരുന്നില്ല. ഷമ്മാസിനോടും പ്രത്യേകം ക്ഷണിച്ചത് കൊണ്ട് തന്നെ അവൻ ലീവാക്കിയിരുന്നു. സാജിദയും ഹസ്ബൻഡും മക്കളും വന്നിരുന്നു. അവരോടും അവിടെ നിൽക്കുവാൻ വേണ്ടി ഒരുപാട് സമയം ആവശ്യപ്പെട്ടു. ഇന്നിവിടെ നിന്നിട്ട് നാളെ പോകും. അല്ലുമ്മ, എനിക്ക് പോകാൻ പറ്റില്ല, പിന്നെ വീട്ടിൽ ഉമ്മയും ഉപ്പയുണ്ട്, അതുമാത്രമല്ല പിന്നെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചുറ്റുപാടൊക്കെ ഉള്ളതാണേ, അതുകൊണ്ട്. എന്താ മോനെ, നീ ഇപ്പോൾ ഒരു മാസത്തിന് വന്നതൊക്കെ അല്ലേ, അപ്പോൾ ഒരു ദിവസങ്ങളിൽ ഇവിടെ നിന്നൂടെ? അല്ലുമ്മ, എനിക്ക് കുറച്ച് തിരക്കാണ്, ഞങ്ങൾ പിന്നെ വരാം, സാജി മക്കളെ ഞാൻ പറഞ്ഞേക്കാം പിന്നെ ഒരു ദിവസം, ഇപ്പം തിരക്കാണ്, ഇപ്പം ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവൻ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നു. സാജിക്ക് ഒരു ദിവസം അവിടെ നിൽക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പിന്നെ ഇനി പിണങ്ങോ എന്ന് കരുതിയിട്ട് അവൾ പോയി. ഉമ്മ, ഞങ്ങൾ പിന്നെ വരാം, പോട്ടെ. പലതും അറിയാനും സംസാരിക്കാനും പറയാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ തിരക്ക് കാരണം അവൾക്ക് നിൽക്കാൻ പറ്റിയില്ല. ഉമ്മ വിചാരിച്ചു, അല്ലെങ്കിലും ഓന് എല്ലാവരും പോലെ ഒന്നല്ല, ഓൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ എങ്ങനെയാ നോക്കും. പൊതുവെ തൻ്റെ മരുമകനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ആ ഉമ്മാക്കുള്ളത്. കാരണം മറ്റൊന്നുമല്ല, അവൻ്റെ ഭാര്യയായാലും മക്കളെ ആയാലും നല്ല രീതിയിൽ നോക്കുന്ന ആളാണ്. സാജിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കും. ഇടയ്ക്കിടെ അവർ ഗൾഫിൽ പോയി നിൽക്കും, നാട്ടിൽ വരും, അങ്ങനെയൊക്കെ. പിന്നെ പോരാത്തതിന് ഇവിടെയാണെങ്കിലും തന്നെ നല്ല കെയറിങ് ആണ്. യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അവളുടെ ഹസ്ബൻഡിനെ കൊണ്ട് അവൾക്കില്ല. അതുകൊണ്ട് തന്നെ മരുമകൻ്റെ കാര്യത്തിൽ വളരെയധികം നല്ല അഭിപ്രായം തന്നെയാണ് ആ ഉമ്മാക്കുള്ളത്. പക്ഷേ മക്കളുടെ കാര്യത്തിൽ അത്ര പെർഫെക്റ്റ് അല്ല ഉമ്മ. സാജി ആയാലും അല്പം വാശിക്കാരൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ്റെ കൂടെ നിന്ന് അതൊക്കെ സ്വഭാവങ്ങളൊക്കെ മാറി നന്നായിട്ടുണ്ട്. പക്ഷേ അവർ പോകുന്നതിന് മുമ്പായിട്ട് ആ മരുമകൻ ഉമ്മയോട് പറഞ്ഞിരുന്നു, അല്ല ഉമ്മ, ഷമ്മാസിൻ്റെ കല്യാണക്കാരൊക്കെ എങ്ങനെ? മോനെ, അതൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പെട്ടെന്ന് നടത്തണം. പിന്നെ ഫൈസൽക്കെയോ ഇക്കയെ കുറിച്ച് അതുണ്ട് നടത്താൻ. അപ്പോൾ അതല്ല, അന്ന് കല്യാണം അവരൊക്കെ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയണ്ട മോനെ, അതൊക്കെ ഓലോല വൈക്ക് പോയിക്കണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2 പെണ്ണുങ്ങൾ വേണമല്ലേ ഇവിടേക്ക്? മോനെ, 2 വേണം, മിക്കവാറും ഒന്നും കൂടി വേണ്ടിരും.
ആർക്ക്? അല്ലേ, എൻ്റെ വലിയ അളിയൻ തന്നെ, മറ്റാർക്കുമല്ല. അത് കേട്ടപ്പോൾ അതാ സാജിയുടെ ഹസ്ബൻഡ് ചിരിക്കുന്നു. എന്താ ഉമ്മ ഇങ്ങനെയൊക്കെ? അല്ല മോനെ, സങ്കടം കൊണ്ട് പറയാണ്, വേറൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ ഒരു കാര്യങ്ങളൊന്നും കേൾക്കുവാൻ വേണ്ടി മരുമകന് താല്പര്യമുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും കുറ്റവും കുറവൊന്നും കേൾക്കുവാനും പറയാനും അദ്ദേഹത്തിന് ഇഷ്ടവുമല്ല. ഉമ്മ എന്ന് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ധൃതിയിൽ പോവുകയാണ് ഉണ്ടായത്. ഉമ്മ പറയും, ഓ നല്ലൊരു മനുഷ്യനാണ്, ആരും പോലെയല്ല. ഒരാളെ കുറ്റം പറയാനും പറ്റൂല, ഒരാളത് ഏഷനും പരദൂഷണോ അതും കേൾക്കൂല. ഉള്ള നല്ല മട്ടത്തിന് റാഹത്തായി അങ്ങനെ ജീവിക്കണോല്. അങ്ങനെയാണ് ആണുങ്ങളായാൽ. ഇവിടെ ഉണ്ടല്ലോ 2-3 ഹോ, എനിക്ക് പറയാൻ കൂടി കഴിയണില്ല. എന്താ വരെ കൊണ്ട് ചെയ്യാൻ എനിക്കറിയില്ലേ. തൻ്റെ ആൺമക്കളുടെ മേലിൽ കടുത്ത നിരാശയായതുകൊണ്ട് തന്നെ ആ ഉമ്മ സങ്കടത്തോടെയാണ് അത് പറയുന്നത്. ഫംഗ്ഷൻ കഴിഞ്ഞ് സാജിയും ഹസ്ബൻഡും പോയി. ബാക്കി ഇവർ 3 ആൺമക്കളും മരുമകളുമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരും പുറത്തേക്കൊന്നും പോയിട്ടില്ല. എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട്. സാധാരണയായി പകലൊന്നും അങ്ങനെ എല്ലാവരും വീട്ടിൽ നിൽക്കാറില്ല. പ്രത്യേകിച്ച് ഷമ്മാസിന് ഒഴിവ് കിട്ടാറുമില്ല. എന്നാൽ ഉമ്മ അല്പം ശബ്ദത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ അളിയൻ ചോദിച്ചീനോ എന്തായി ഷമ്മാസിൻ്റെ കല്യാണം എന്നൊക്കെ? ഞാനിപ്പോൾ എന്താ പറയാ? അത് കേട്ടുകൊണ്ട് ഷമ്മാസും ഫൈസലും എല്ലാം അതാ പുറത്തേക്ക് വരുന്നു. എന്തുമ്മ പറയുന്നത്? അല്ലേ, കല്യാണം ഉണ്ടാക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായി പെണ്ണിൻ്റെ കാര്യം അങ്ങനെയൊക്കെ ചോദിക്കണത്? ഞാൻ പറഞ്ഞു കല്യാണം ഉണ്ടാക്കാനുള്ള പ്രായമൊക്കെ കഴിക്കണ്, ഇനിയിപ്പോൾ ഒന്ന് പെണ്ണ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു അവനോട്. അല്ലാപ്പോൾ അവനോടൊന്നും പറയാൻ പറ്റൂലല്ലോ. പിന്നെ ഫൈസലിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്താ ഓലോടൊക്കെ ഉത്തരം പറയാ? നിങ്ങൾ ഓരോന്ന് കാട്ടി കൂട്ടിയിട്ട് പിന്നെ എന്നോടാണ് എല്ലാവരും ചോദിക്കല്. ഞാൻ എന്തതിനൊക്കെ പറയാ? ഞാൻ പിന്നെ ആദ്യം തന്നെ എൻ്റെ 3 ആമക്കളോടായിട്ട് പറയാണ്. ഇനിയിപ്പോൾ കെട്ടിയോലാണെങ്കിലും ശരി, കെട്ടാത്തവരാണെങ്കിലും ശരി, പറയാനുള്ളത് ഞാൻ ആരോടും പറയും. എൻ്റെ മക്കളോടാണ് ഞാൻ പറയണത്, വേറെ പുറമക്കാരോടല്ല. ഇത് കേട്ടോളേ, ഏതൊരാൾ ഇവിടേക്കൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരികയാണെങ്കിലും ആ കുട്ടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കണം, നല്ല രീതിയിൽ ഓൾക്കുള്ളതൊക്കെ ചെയ്ത് കൊടുക്കണം, ഓൾക്കുള്ള കടമ വീട്ടണം. എന്നെങ്കിൽ തന്നെ ഇവിടെ ഒരു കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കുള്ളൂ. അല്ലാതെ കൊണ്ടുവന്നിട്ട് ഇടങ്ങാറാക്കണ പരിപാടിക്ക് ഇന്നെ കിട്ടൂല കേട്ടോ, ഈ ആയുഷ്മാനെ കിട്ടൂല. അത് നിങ്ങൾ വിചാരിക്കന്നെ വേണ്ട. നിങ്ങൾ കൊണ്ടുവന്ന് നല്ല രീതിയിൽ അവരെ സംരക്ഷിക്കും, അവരെ നോക്കുന്നുണ്ടെങ്കിൽ മാത്രം കൊണ്ടുവന്നാൽ മതി. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങൾ കെട്ടിക്കൊടുന്ന മരുക്കൾ നിങ്ങളെ ഭരിക്കണൊരു ശീലം ഇവിടെ ഉണ്ടാവും. നിങ്ങൾ പെരക്കാരും ഭരിക്കണൊരു ശീലം. അങ്ങനെയാണെങ്കിൽ ഐഷും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല കേട്ടോ. അതൊക്കെ നിങ്ങൾ ഭാര്യയും ഭർത്താവും അനുസരിച്ച് പറഞ്ഞ് ലെവലാക്കണം. അല്ലാതെ ഒരിക്കലും ആണുങ്ങളെ ഭരിക്കണ പെണ്ണുങ്ങളാകാൻ പാടില്ല. അതെനിക്ക് ഇഷ്ടമില്ല. പാപ്പാൻ്റെ മുമ്പിലൊക്കെ ഞാൻ എന്തെങ്കിലും ഒച്ചത്തിൽ സംസാരിച്ചിട്ട് നിങ്ങൾ കേട്ടിക്കണോ? കേൾക്കൂല. ഇത് പിന്നെ എൻ്റെ മക്കളാണ്, പറയാനുള്ളത് പറയാൻ ഞാൻ പറ്റൂല. നിങ്ങൾ ഉമ്മ എന്നുള്ള നിലക്ക് ഞാൻ പറയാണ്, ഒരു കുട്ടീനെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഇടങ്ങാറാക്കരുത്, ബുദ്ധിമുട്ടാക്കരുത്. അതിൻ്റെ ഒക്കെ ഒരു ശാപം നമ്മളെ പെരേക്കും കൂടി വരും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു പെണ്ണിൻ്റെ കണ്ണീര് ഈ വീട്ടിൽ വീഴാൻ പാടില്ല. അതെനിക്ക് ഇഷ്ടമല്ല, ഇനി ഞാൻ സമ്മതിക്കൂല. ഇപ്പം അങ്ങനെ നിങ്ങൾക്ക് കാട്ടണം എന്നുള്ളൊരിതാ. കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണിനായിട്ട് വേറെ എവിടേക്കും പോയി താമസിച്ചോളേ. ഞാൻ ആർക്കും എതിര് പറയണില്ല, ഒരു കുട്ടിനെ ഞാൻ എതിർക്കണില്ല. നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചോളേ. പക്ഷെ കെട്ടിക്കൊണ്ടുവന്നാൽ പിന്നെ ഞങ്ങൾ ആ കണ്ണീര് പിടിപ്പിക്കുക ഇടങ്ങാറാക്കണ പരിപാടി ഈ വീട്ടിൽ നടക്കൂല കേട്ടോ. പറഞ്ഞില്ല എന്ന് വേണ്ട. നിങ്ങളെ ബാപ്പ ഇവിടെ ഇല്ലാത്തതാണ്. എല്ലാം കാണാനും സഹിക്കാനും ഞാനേ ഉള്ളൂ. ഒരുപാട് കണ്ട് സഹിച്ചതുമാണ്. ഇനി എന്നെ കൊണ്ടാവൂല. ഉമ്മയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ 3 ആൺമക്കളും ശരിക്കും ഞെട്ടിധരിച്ചു പോവുകയാണ്. തൻ്റെ 3 ആൺമക്കളോടുമായിട്ടാണ് ഉമ്മ അതെല്ലാം പറഞ്ഞത്. അവരത് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് ഇനി എന്തിനു നിന്നാൽ മതി എന്നത് തന്നെയാണ് ഉമ്മയുടെ ആഗ്രഹം. ഷമ്മാസ് വിളിച്ചു. ഉമ്മ, അത് വേണ്ട. എന്താ എന്നെ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല കേട്ടോ. ഒരു പെണ്ണിനെ ഇവിടെ നമ്മൾ കെട്ടിക്കൊണ്ടുവരിക, ഓളെ പിന്നെ ഇവിടെ കഷ്ടപ്പെടുത്തി ഇടങ്ങാറാക്കി കാട്ടിക്കൂട്ടി ആ പെണ്ണ് സങ്കടപ്പെട്ട് അങ്ങനത്തെ ഒരു പരിപാടി ഇതാ ഈ വീട്ടിൽ നിന്ന് നടക്കൂല. ഇനിയിപ്പോൾ എന്നെ എങ്ങനെ സോപ്പിട്ടിട്ടും കാര്യമില്ല, ഞാൻ അതിന് കൂട്ട് നിൽക്കൂല കേട്ടോ. ആദ്യം തന്നെ പറഞ്ഞേക്കാം. കൊണ്ടൊന്നുമില്ല, നല്ല മട്ടത്തിൽ പെണ്ണുങ്ങളെ നോക്കണം. എന്തേ അതിന് പറ്റൂലേ? ആ കൂട്ടത്തിൽ നവാസും ഉണ്ടായിരുന്നു. നവാസിനെ കുറിച്ചും ഉമ്മ ഒന്ന് തള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആണുങ്ങളെ ഭരിക്കുന്ന പെണ്ണുങ്ങൾ അതെനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. എപ്പോഴും ആണുങ്ങൾ തന്നെയാണ് മുൻപന്തി നിൽക്കേണ്ടത്. പെണ്ണുങ്ങളെപ്പോഴും കുറച്ചൊന്ന് കുറഞ്ഞു കൊടുക്കണം എന്ന് കരുതിയിട്ട് നമ്മൾ അടിമകളാക്കണം എന്നല്ല. കുറച്ചൊരു അച്ചടക്കവും ബഹുമാനം ഒന്ന് പഠിപ്പിക്കുക, അത് നല്ലതാണ്. അത് കണ്ടിട്ട് നമ്മളെ മക്കൾ വളരുക. ആ മക്കൾക്കും ആ വാപ്പാനോടൊക്കെ ഒരു ബഹുമാനം വേണമെന്നുണ്ടെങ്കിൽ ഉമ്മാരത് ശീലാക്കണം. അല്ലാതെ ഇതിങ്ങനെ ഇടങ്ങാറാക്കണ കാണുമ്പോഴേ കുട്ടികൾക്കും തന്നെ ഒരു പൊരുളുണ്ടാവില്ല. അപ്പം അതിനൊക്കെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നന്നാവണം എന്നുള്ള ചിന്തയെ ഉമ്മാക്കുള്ളൂ.
ഒരു കുട്ടിയും കഷ്ടപ്പെടാൻ പാടില്ല, ഇടങ്ങാറാകാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചെറിയ മക്കളല്ല നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തരാന്ന്. ചെറുപ്പത്തിലാണ് 2 അടി അടിക്കേനോ. മോനെ അങ്ങനെ ഈ ചെയ്യല്ലേ, അങ്ങോട്ട് ഈ പോവല്ലേ, ആ തെറ്റിൽ ഈ വീഴല്ലേ എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞേനോ. എനിക്ക് 2 ചുള്ളലെടുത്ത് 2 തന്ന് നിങ്ങളിവിടെ അടക്കി വെക്കേനെ. ഇപ്പം എനിക്കത് പറ്റൂലല്ലോ. നിങ്ങൾ വലിയ മുത്തം മനുഷ്യന്മാരേക്കണേ. ഒരിക്കലും എനിക്ക് നിങ്ങളെ ഉപദേശിക്കാനും ആണെങ്കിൽ കൈവയ്ക്കാരം, പക്ഷെ എൻ്റെ ഉപദേശം നിങ്ങൾക്ക് പറ്റൂല. ഒരിക്കലും പിടിച്ചു വെക്കാൻ എനിക്ക് കഴിയൂല. നിങ്ങൾ പോണ വഴി ഏതാണെന്ന് വെച്ചാൽ അത് എങ്ങോട്ടാണെന്ന് തിരഞ്ഞു നോക്കാനോ അതും എനിക്ക് കഴിയൂല. എല്ലാവരും വാഹനമുള്ളവരാണ്, കാറുള്ളവരാണ്, ബൈക്കുള്ളവരാണ്. നിങ്ങളെ ഇഷ്ടത്തിന് പോകും. പക്ഷെ ഞാൻ പറയണത് കേൾക്കാതെ നിങ്ങളെ ഇഷ്ടത്തിന് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കും. ഇപ്പോൾ കണ്ടില്ലേ ആരൊക്കെ ഇവിടെ അനുഭവിക്കുന്നുണ്ട്? അനുഭവിക്കാത്തത് ആരുമില്ല. അതാ ഞാൻ പറയണത്. കുറച്ചൊക്കെ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു വാക്കിനൊരു കുറച്ചും കൂടി ഒരു വില കൽപ്പിക്കണം. വില കൽപ്പിച്ചാൽ നിങ്ങൾ നല്ല മട്ടത്തിൽ നിങ്ങൾക്ക് നല്ല സുഖസുന്ദരമായി ഇവിടെ ജീവിക്കാം. അല്ലാതെ എൻ്റെ വാക്കൊക്കെ തള്ളിക്കളഞ്ഞ ആ തള്ള അങ്ങനെ എപ്പോഴും പറയും. തള്ളക്ക് എപ്പോഴും എന്നെ പറയും ഉപദേശിക്കലേക്ക് കേട്ടൂടാ കണ്ടൂടാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തള്ളിക്കളയാൻ ശ്രമിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെ ആയിരിക്കും. ഉമ്മയുടെ ഉപദേശം അതാ എല്ലാവരും കേൾക്കുന്നു. ഫൈസൽ അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. അതാ പുറത്തേക്ക് പോകുന്നു. മോനെ ഫൈസൽ, ഈ എങ്ങോട്ടാ ഈ സമയത്തിപ്പോൾ? എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കാണാനുണ്ട്, ഞാൻ അപ്പോൾ വരാം. അവനക്കത് പറ്റിയിട്ടുണ്ടാവില്ല. അവന് പറ്റൂല. ഒരുപാട് ഉപദേശിച്ചു കൊടുത്തതാണ് ആദ്യം തന്നെ. അതൊന്നും ചെവിയിൽ കൊണ്ടില്ല. ഓൻ ഒന്നും ശ്രദ്ധിക്കാതെ നടന്ന് ഓൻ തന്നെ അനുഭവിച്ചു. പക്ഷേ നേരെ ഫൈസൽ ചെന്നത് അവൻ്റെ ഫ്രണ്ട് ഷെഫീഖിൻ്റെ വീട്ടിലേക്കായിരുന്നു. ആദ്യം ഒരുപാട് നല്ല നല്ല ഉപദേശങ്ങൾ നൽകിയ ഷെഫീഖ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഷെഫീഖ് തൻ്റെ വീട്ടിലേക്ക് വരുന്ന ഫൈസലിനെ ശ്രദ്ധിച്ചു. പഠിച്ചവനെ ആരാപ്പത്? ആയ് ഫൈസൽ, ഷെഫീഖ്, എന്തപ്പോൾ ഒരു മുന്നറിയിപ്പ് നല്ലതൊരു കോളൊന്നും? എടാ നമ്പറൊക്കെ അത് മിസ്സായി എൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ഞാൻ ഇരിക്കടാ, കയറ്. ഉമ്മ ഇതാ ഫൈസൽ വന്നിട്ടുണ്ട്. പഠിച്ച റബ്ബേ, ആരാണിത്? കുറേ കാലമായില്ലേ കണ്ടിട്ട്. മോനെ ഇപ്പം കാണലുമില്ലല്ലേ വൈക്ക്? കുറേ മുമ്പ് കണ്ടതാണ്. എന്തിപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ നിന്നോ? ഹേയ് അങ്ങനെയൊന്നുമില്ല, ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തടാ അല്ല മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ, പഴയ ആ ചിരിയും കളയൊന്നുമില്ലല്ലോ. ഹേയ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് മക്കളെ ഞാൻ ചായ ഉണ്ടാക്കാം. അതൊന്നും വേണ്ടുമ്മ. എന്തെന്നറിയില്ല, ഷെഫീഖിൻ്റെ അടുക്കൽ വന്നിരുന്നപ്പോൾ ഫൈസലിന് വല്ലാത്തൊരു ആശ്വാസം തോന്നുകയാണ്. എടാ ഷെഫീഖേ, നിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു സമാധാനമാണ്. എന്തടാ നിനക്കല്ലെങ്കിൽ സമാധാനത്തിൽ കുറവൊന്നുമില്ലല്ലോ, നീ നല്ല ഹാപ്പി അല്ലേ? പിന്നെ ഞാൻ വിചാരിച്ചു നീ ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വരില്ലാന്ന്. അതെന്താടാ? അല്ലേ, നീ ഒരു പെണ്ണിനെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടി സാക്ഷിയാകാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ലടാ. എനിക്ക് സത്യം പറഞ്ഞാൽ അതിന് കൂട്ടു നിൽക്കാൻ തോന്നിയില്ല. അതാണ് ഞാൻ ഓരോന്ന് പറഞ്ഞു മുങ്ങിയത്. ഒരു പെണ്ണുണ്ടായി, ഒരു പെണ്ണെ രജിസ്റ്റർ മാരേജ് ചെയ്യാന്നുള്ള ആ ഒരു ദൗത്യത്തിലേക്ക് സാക്ഷ്യം വഹിക്കുവാൻ, അതിന് സാക്ഷി നിൽക്കാൻ എനിക്കായില്ല. അതുകൊണ്ടാണ്. എന്നോട് ക്ഷമിക്കണം ഫൈസൽ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഷെഫീഖ് അതാ അവൻ്റെ പുറത്ത് തട്ടുന്നു. അതൊന്നുമില്ലടാ അതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഫൈസലിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. എന്ത് പറ്റി ഫൈസൽ? എന്താ? ഷെഫീഖ് ഒരുപാട് തെറ്റ് ചെയ്തടാ, ഒരുപാട്. നീ കരയാതെ കാര്യം പറയടാ. അതെ, ഒരുപാട് വേണ്ടാത്തരങ്ങൾ ചെയ്തു കൂട്ടി. അന്നൊക്കെ നീ എന്നെ ഒരുപാട് തവണ ഉപദേശിച്ചിരുന്നു, വേണ്ടടാ വേണ്ട എന്ന് പറഞ്ഞിട്ട് പല തവണ. അതൊന്നും സാരല്ലടാ, എന്തൊക്കെ തന്നെയാലും വിവാഹം കഴിഞ്ഞില്ലേ. എന്തായാലും എൻ്റെ പെങ്ങളെ കല്യാണത്തിന് നീ അവളെയും കൂട്ടി വന്നല്ലോ. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലാണെന്ന് മാത്രം. ഞാൻ നിൻ്റെ വൈഫിനെ കൂട്ടി വരണമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴേക്കും നീ നിൻ്റെ 2ാമത്തെ വൈഫിനെ കൂട്ടിയാണ് വന്നത്. അതെനിക്ക് മനസ്സിനുള്ള സങ്കടം ഉണ്ടായിരുന്നെങ്കിലും നിന്നോടത് കാണിക്കുന്നത് ശരിയല്ലല്ലോ. ഒരു പെണ്ണിനെ കൂട്ടി കല്യാണത്തിന് വന്നിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നിരുന്നടാ. നുസൈബയെ കൂട്ടി കല്യാണത്തിന് വരണമെന്ന് അതാ ഷെഫീഖും ഉമ്മയും പ്രത്യേകം അവരുടെ വീട്ടിൽ പോയി പറഞ്ഞിരുന്നു. പക്ഷേ ഫൈസൽ കൊണ്ടുവന്നത് ഒരിക്കലും നുസൈബയെ അല്ലായിരുന്നു. അതെ, അവൻ ഷാനിയെ കൂട്ടിയാണ് കല്യാണത്തിന് വന്നത്. ആ ഒരു കാഴ്ച കണ്ട ഷെഫീഖ് ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. പഠിച്ചോനെ, എത്ര നല്ല മറവിൽ നടക്കുന്നൊരു പെണ്ണായിരുന്നു നുസൈബ. അവളെ ഉപേക്ഷിച്ചിട്ട് ഇത്രക്കും ഫാഷനിൽ നടക്കുന്ന ഈ ഒരു പെണ്ണിനെ, അതും അവനേക്കാൾ പ്രായം തോന്നിക്കുന്ന ആ ഒരു പെണ്ണിനെ കൂട്ടിയാണല്ലോ അവൻ നടക്കുന്നത്. റബ്ബേ, ഇവരെന്തു പറ്റി എന്ന്
ഷെഫീഖ് അന്ന് ചിന്തിച്ചിരുന്നു. പഠിച്ചവനെ നീ നല്ല ബുദ്ധി കൊടുക്ക് എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ചെല്ലാം അതാ അവൻ പറയുകയാണ്. എന്നാൽ അതാ ഫൈസൽ മുഖം പൊത്തി കരയുകയാണ്. തെറ്റ് പറ്റിപ്പോയടാ, എന്ത് ചെയ്യാൻ? ഞാനായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഓരോന്ന് വരുത്തി വെച്ചു. ഇപ്പോൾ എനിക്കൊന്നുമില്ലാത്ത അവസ്ഥ. അപ്പോൾ നിൻ്റെ വൈഫ് അവളൊക്കെ പോയടാ. അവളൊക്കെ ഒരുപാട് ക്യാഷെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പോയി. അപ്പോൾ ആരോ പറഞ്ഞിരുന്നാൽ നിനക്ക് വേറെ ഇത് ഫാൻസിത്തെ ഒരു പെണ്ണിനുമായിട്ട് എന്തോ ഒരു ഇതുണ്ട്. അതെ, ഒരുപാട് കടങ്ങളുള്ളൊരു പെണ്ണായിരുന്നത്. കാണാൻ സുന്ദരിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൾ കടങ്ങളുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുമ്പിൽ വല്ലാതെ അങ്ങ് സെഞ്ചി അടിച്ചു. എനിക്ക് അവളെ സഹായിക്കണം തോന്നി. കുറേശ്ശെയായിട്ട് അവളുടെ ക്യാഷെല്ലാം, അവളുടെ കടത്തിലേക്കുള്ള ക്യാഷെല്ലാം ഞാൻ കൊടുത്ത് വീട്ടിൽ കഴിഞ്ഞു. അതെല്ലാം കംപ്ലീറ്റ്ലി ആയി. അവരുടെ വീട് ഞാൻ നന്നാക്കി കൊടുത്തു, എല്ലാ കാര്യത്തിനും. പക്ഷേ എല്ലാം നേടിയെടുത്തു. ഞാൻ കരുതി എനിക്ക് അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം, അവളെൻ്റെ ജീവനാണ് എന്നൊക്കെ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ എന്നാൽ ഞാനൊരിക്കൽ ഓഫീസിലേക്ക് വന്നപ്പോൾ, അതായത് ഞാൻ ലീവ് എടുത്ത ദിവസമായിരുന്നു, ആ ഒരു ഓഫീസിലേക്ക് വന്നപ്പോൾ ആ ഒരു കാഴ്ച കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഷെഫീഖ്, സത്യമായിട്ടും എന്താടാ കണ്ടത്? മറ്റൊന്നുമില്ല, എൻ്റെ പാർട്ട്ണറോടൊപ്പം അവൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രംഗമാണ് ഞാൻ കണ്ടത്. അത് കണ്ടപ്പോൾ എൻ്റെ കൈകാലുകൾ തളർന്നു, എൻ്റെ വായിൽ വെള്ളമില്ലാതായി. എനിക്കാകെ വിഷമായി. ഇത്രക്കും എന്നെ ചതിക്കുവാനായിരുന്നോ ഇവരൊക്കെ? എല്ലാം ചതിയന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി. കിട്ടേണ്ട പണമെല്ലാം കിട്ടി, അവർക്ക് ആവശ്യമുള്ളതെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ അവർ, അതെ, എല്ലാവരും എന്നെ ചതിച്ചു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട നുസൈബ, എൻ്റെ ആദ്യ ഭാര്യ, അവൾ എന്നെ ചതിച്ചിട്ടില്ലായിരുന്നു ഒരിക്കലും. അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു ഒരുപാട്. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട ഞാനിപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്. സാരല്ല, ഷെഫീഖ് അവനെ ആശ്വസിപ്പിക്കുന്നു. അതൊന്നും സാരല്ല, അതൊക്കെ ശരിയായിക്കോളും ഇൻഷാ അല്ലാ. ഫൈസൽ, ഇനി എന്താ നിൻ്റെ പ്ലാനിങ് മറ്റൊന്നുമല്ലടാ. എനിക്ക് അവളെ തിരിച്ചെടുക്കണം, എൻ്റെ നുസൈബയെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടി റിക്വസ്റ്റിലാണ് നിൻ്റെ കാല് പിടിക്കാം. അതിനാണ് ഞാൻ വന്നത്. എന്തിന്? അവളിനി വരുമോ നിൻ്റെ കൂടെ നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്? അല്ലടാ, എന്ത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറാണ് അവൾക്ക് വേണ്ടി. അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് നീ ഒന്ന് സ്വീകരിക്കണം. എന്താ ഫൈസൽ? ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഉമ്മയുടെ അടുക്കലൊന്ന് പോയി പറയണം, അല്ലെങ്കിൽ എൻ്റെ നുസൈബയുടെ അടുക്കലൊന്ന് പോയി പറയണം. ഫൈസൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ളത് ഉമ്മയോട് പറയണം. നുസൈബയില്ലാതെ അവനക്ക് ജീവിക്കാൻ കഴിയില്ല ഉമ്മ എന്ന്. പ്ലീസ്, എൻ്റെ അപേക്ഷയാണ്. അപ്പോഴേക്കും അതാ ഉമ്മ ചായയുമായി വരുന്നു. മക്കളെ, ചായ കുടിക്കേ. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നോ? ഇപ്പോൾ വരാറുമില്ല, കാണാറുമില്ല. ഞാൻ ചോദിക്കും, പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾക്കും വിഷമായി. നല്ലൊരു പെൺകുട്ടിയായിരുന്നു, എന്തിപ്പോൾ ചെയ്യാം, വിധി അങ്ങനെ ആയിപ്പോയില്ലേ. ഇപ്പത്തോടെ നിൻ്റെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? നല്ല രീതിയിൽ റാഹത്തായി ജീവിച്ചോളി. അല്ല അപ്പം എന്താ നീ പറയാ? നിറമിഴികളോടെ അതാ ഷെഫീഖിൻ്റെ ഉമ്മയുടെ മുഖത്തേക്ക് ഫൈസൽ നോക്കുന്നു. എന്താ കണ്ണുകളൊക്കെ ചുവന്നിരിക്കുന്നത്? ഉമ്മ, എല്ലാം പോയി, എനിക്കിപ്പോൾ ആരുമില്ല. അത് കേട്ടപ്പോൾ ഉമ്മാക്ക് ശരിക്കും വിഷമമായി. എല്ലാം ഷെഫീഖ് പറയും. ഉമ്മ പ്രാർത്ഥിക്കണം എനിക്ക് അവളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. യാ റബ്ബേ, ഇപ്പം അങ്ങനെയൊക്കെ ആയോ? മക്കൾ ചായ കുടിക്കേ. എന്തൊക്കെ തന്നെയും പഠിച്ചോ കാക്കട്ടെ. എന്തൊക്കെയാ റബ്ബേ കേൾക്കണേ? നമ്മളെ ജീവിതത്തിൽ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടും, പിന്നെ നമ്മൾ മേലോട്ട് നോക്കുക. അപ്പോഴൊക്കെ നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മക്കളെ, ഒന്നിനും കുടുങ്ങൽ നിങ്ങൾ. ഒന്നിലും മേലായ റബ്ബിനെ ഒന്ന് ഓർത്തിട്ടെങ്കിലും ഹയറായ രീതിയിൽ ജീവിക്കുക. അല്ലാതെ ഈ രീതിയിലുള്ള കുണ്ടുകളിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞാലേ കര കയറാനും കുറേ പ്രയാസമായിരിക്കും. ഇപ്പോൾ കണ്ടില്ലെന്നിട്ട് എന്താ മോനെ എൻ്റെ അവസ്ഥ? ഇപ്പം ആരാ കൂടെ ഉള്ളത്? ഉമ്മ, ഇപ്പം ആരുമില്ല, ഞാൻ തനിച്ചാണ്. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ പെണ്ണിനെ എനിക്ക് തിരിച്ചെടുക്കണം എന്നുള്ളത്. ആരെ? നുസൈബയോ? അവളിഞ്ഞ് വരുമോ മോനെ? ചോദിച്ചു നോക്കണം, വിളിച്ചു നോക്കണം. എനിക്ക് അവൾ അത്രക്കും ഇഷ്ടമാണ്. എൻ്റെ പൊന്നു മോനെ, വല്ലാത്തൊരു ചതിയായിപ്പോയല്ലോ ചെയ്തത്. അന്ന് അതൊന്നും ചെയ്യണ്ടില്ലായിരുന്നു, വേണ്ടില്ലായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ലാത്ത രീതിയിലായില്ലേ? എന്തൊക്കെ തന്നെയാലും മക്കളെ, പെണ്ണ് കെട്ടിക്കഴിഞ്ഞാലേ അവരോടൊപ്പം നല്ല രീതിയിൽ എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കുക. റാഹത്തായി എന്നാൽ തന്നെ ജീവിതം കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. എത്ര ഇഷ്ടമില്ലെങ്കിലും
ഇഷ്ടമുള്ള പോലെക്കാണ് ജീവിക്കുന്നേ. പിന്നെ പഠിച്ചവൻ്റെ കാരുണ്യം കൊണ്ട് ഒക്കെ റെഡി ആയിക്കോളൂ. അങ്ങനെ തന്നെയല്ലേ അള്ളാഹു നമുക്ക് ഹലാലാക്കി തന്നെ എപ്പോഴും നല്ലതാവുള്ളൂ. അല്ലാതെ ഒരിക്കലും പുറത്തുള്ള പെണ്ണുങ്ങളോ ചിരിച്ചു കാണിക്കുന്ന പെണ്ണുങ്ങളോ ഒന്നിനും വിശ്വസിക്കാൻ പറ്റൂല. നമുക്ക് നിക്കാഹ് കഴിച്ച പെണ്ണ് ഏതാണ് അതുതന്നെയാണ് നമുക്ക് എപ്പോഴും നല്ലത്. അതിപ്പോൾ എത്ര സൗന്ദര്യം ഇല്ലെങ്കിലും എന്തൊക്കെ തന്നെ കുറവും കുറ്റം ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ ഏറ്റവും ഹയറായത് നിക്കാഹ് കഴിച്ച പെണ്ണുങ്ങൾ തന്നെയാണ്. അവരൊരിക്കലും നമ്മൾ വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും പാടില്ല. ഇപ്പം കണ്ടില്ലേ നിൻ്റെ ഒരു അവസ്ഥ. അല്ലാ പഠിച്ച റബ്ബ് കാക്കട്ടെ. ഉമ്മ നിങ്ങൾ എൻ്റെ ഉമ്മയോടൊന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ച്. മോനെ ഞാൻ എന്ത് പറയാനാടാ, ഞാൻ നോക്കട്ടെ ഇൻഷാ അല്ലാ. അങ്ങനെ അതാ ഫൈസൽ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.